എരുമേലിയിൽ സ്ഥാപിക്കുന്ന വാപുരസ്വാമി ക്ഷേത്രത്തിലെ ബാലാലയ പ്രതിഷ്ഠയ്ക്കുള്ള വിഗ്രഹ നിർമ്മാണം ആരംഭിച്ചു. ശബരിമലയിലെ കൊടിമരമടക്കം നിർമ്മിച്ച പരുമല സ്വദേശി അനന്തനാചാര്യാണ് പഞ്ചലോഹത്തിലുള്ള വിഗ്രഹം നിർമ്മിക്കുന്നത്. ക്ഷേത്ര നിർമ്മാണം അയ്യപ്പ ഭക്തരുടെ ചിരകാല അഭിലാഷമെന്നും എല്ലാം അയ്യപ്പന്റെ അനുഗ്രഹമെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി പറഞ്ഞു. അയ്യപ്പസ്വാമിയുടെ പരിചാരക ദേവന്മാരിൽ പ്രധാനിയായ വാപുരസ്വാമിക്കായി എരുമേലിയിൽ നിർമ്മിക്കുന്ന ക്ഷേത്രത്തിലെ ബാലാലയ പ്രതിഷ്ഠയ്ക്കുള്ള വിഗ്രഹ നിർമ്മാണമാണ് ഇന്ന് ആരംഭിച്ചത്. പഞ്ചലോഹത്തിൽ തീർക്കുന്ന വിഗ്രഹം ഭൂതനാഥ ഉപാഖ്യാനത്തിൽ വിവരിച്ചിട്ടുള്ള വാപുരസ്വാമിയുടെ ഭാവങ്ങൾ ഉൾക്കൊള്ളുന്നതാണെന്ന് ക്ഷേത്ര നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്ന വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി പറഞ്ഞു. 400 വർഷം മുമ്പ് എഴുതപ്പെട്ട ശ്രീ ഭൂതനാഥ ഉപാഖ്യാനം എന്ന് പറയുന്ന സംസ്കൃത ഗ്രന്ഥമാണ്. പന്തളത്തിലെ ഒരു തമ്പുരാൻ തന്നെയാണത് എഴുതിയിരുന്നത്. അതിലാണ് വാപുരസ്വാമി ആരാണെന്നും അയ്യപ്പസ്വാമിയായിട്ടും ധർമ്മശാസ്താവുമായിട്ടും വാപുരസ്വാമിക്കുള്ള ബന്ധം എന്താണെന്നും എല്ലാം അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വാപുരസ്വാമിയുടെ ധ്യാനം ഉൾപ്പെടെ ആ ധ്യാനത്തിൽ നിന്നാണ് ഈ രൂപം ഞങ്ങൾക്ക് കണ്ടെത്തിയത്. കാരണം ലോക ചരിത്രത്തിൽ ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. കാര്യം പല ക്ഷേത്രങ്ങളിലും പല വിഗ്രഹങ്ങളും നമ്മൾ നിർമ്മിക്കാറുണ്ട്. വാപുരസ്വാമിയുടെ വിഗ്രഹം എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ഈ ഒരു ഉപാധിയായിട്ട്, അതായത് വിഗ്രഹമായിട്ട് പുറത്തു വരുന്നത്. അതുവരെ ധ്യാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ധ്യാനത്തിൽ നിന്നും ഇന്ന് വിഗ്രഹത്തിൻ്റെ രൂപത്തിലേക്ക് മാറുകയാണ്. ഇതാണ് ചരിത്ര മുഹൂർത്തമായി ഇത് മാറുന്നത്. ജ്യോതിഷ പണ്ഡിതൻ ഇരിങ്ങാലക്കുട പത്മനാഭ ശർമ്മയുടെ നേതൃത്വത്തിൽ നടന്ന അഷ്ടമംഗല ദേവപ്രശ്നം വിധിപ്രകാരമാണ് ക്ഷേത്രം നിർമ്മിക്കുന്നത്. ക്ഷേത്ര രൂപകൽപ്പന നിർവഹിക്കുന്ന സ്ഥാപിതിയായ വാസ്തുഭാരതി കെ ശിവനാചാരി പാമ്പാക്കുട തന്നെയാണ് വിഗ്രഹത്തിൻ്റെയും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ശബരിമല കൊടിമരം ഉൾപ്പെടെ നിർമ്മിച്ച കടപ്ര പരുമല സ്വദേശി അനന്തൻ ആചാര്യാണ് വിഗ്രഹം നിർമ്മിക്കുന്നത്. വാപുരസ്വാമിയുടെ ബിംബം ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടില്ല. സ്ഥപതി രൂപകൽപ്പന ചെയ്തു തന്ന രീതിയിൽ ആ ധ്യാനത്തിനനുസരിച്ച് ഒരു ബിംബം ചെയ്യുന്നു. ആ ബിംബം ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ലോഹക്കൂട്ടുകളും മിക്സിങ്ങും എല്ലാം നമ്മളത് കൃത്യമായിട്ട് പഞ്ചലോക നിർമ്മിതമായിട്ടുള്ള വിഗ്രഹമാണ് ചെയ്യുന്നത്. ഇങ്ങനൊരു വലിയ കാര്യം ലോകത്തിൽ ആദ്യമായിട്ട് വാപുരസ്വാമിയുടെ ഒരു ബിംബത്തിൻ്റെ പണി തുടക്കം കുറിക്കാൻ എനിക്ക് സാധിച്ചു. എന്നെ അതിന് സഹായിക്കുകയും എന്നിലേക്ക് ഇത് വന്നു ചേരുകയും ഒക്കെ ചെയ്തതും അതിന് നിമിത്തങ്ങളായ എല്ലാവരോടും നന്ദി പറയുന്നു. വിധിപ്രകാരമുള്ള പൂജാകർമ്മങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഭക്തർ പഞ്ചലോഹങ്ങൾ മൂശയിൽ സമർപ്പിച്ചു. തുടർന്നാണ് ഉരുക്കിയ പഞ്ചലോഹ ദ്രാവകം വിഗ്രഹ രൂപത്തിലേക്ക് പകർന്നത്. നിർമ്മാണം പൂർത്തിയായ വിഗ്രഹം ജൂലൈ 11 ബാലാലയത്തിൽ പ്രതിഷ്ഠിക്കും. വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കളും സന്യാസി ശ്രേഷ്ഠന്മാരും ഭക്തരുമായി നിരവധി പേർ വാപുരസ്വാമിയുടെ ലോകത്തെ തന്നെ ആദ്യ വിഗ്രഹ നിർമ്മാണത്തിന് സാക്ഷ്യം വഹിക്കാൻ എത്തിച്ചേർന്നിരുന്നു. ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.